DG Freshmatic Liquid Detergent ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG Your One Cup Magic. സിനിമ എന്ന് പറയുന്നത് ഡ്രീമാണ്. നമുക്ക് ഒരിക്കലും ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് സിനിമയിൽ ചെയ്യാൻ പറ്റും. റിയലിസ്റ്റിക് ആയിട്ട് ഇരിക്കുന്നതിനെക്കാട്ടി കുറച്ച് സിനിമാറ്റിക് ആയിട്ട് അത് തന്നെയാണ് സിനിമാറ്റിക് പേരിട്ടത്. ഇപ്പൊ ചേട്ടന്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറക്ടർ പാരഞ്ജിത്ത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശിവരാഘവൻ മാസ് ആക്ഷൻ പടങ്ങൾ എടുക്കുന്ന ആൾക്കാർ. ചേച്ചി ആരുടെ ഫാനാണ് ആക്ടേഴ്സ്? ഞാൻ മമ്മൂക്ക ഫാനാണ്. ഇങ്ങനത്തെ പടമായിരിക്കും ചേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. കണ്ടന്റ് എഴുതി തന്നെ നമ്മൾ സാധാരണ രീതിയിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമല്ല, കുറച്ച് മുകളിൽ നിൽക്കുന്ന വീഡിയോസ്, ഡ്രാമയൊക്കെ ഉള്ള കുറച്ച് കോമഡിയൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുള്ള ഒരു ഡയറക്ടറാണ്? ചീത്ത പറയാറുണ്ടോ? നമ്മള് 4-5 ഷോട്ട്സ് ഒക്കെ ചില സമയങ്ങളിൽ പോകാറുണ്ട്. കൂടുതലാവുമ്പോഴത്തേക്കും നമ്മുടെ അവര് വിഷമത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് കാണുമ്പോഴാണ് അവർക്കൊരു റിലീഫ് കിട്ടുന്നത് എന്നുള്ള ഒരു ഇത്. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നമ്മളിപ്പോ യൂട്യൂബിലോട്ട് വന്ന ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് നമ്മൾ യൂട്യൂബിൽ തുടങ്ങിയത്. ക്യാഷ് അല്ല ഞങ്ങളുടെ ഉദ്ദേശം. പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണു നിറയാറുണ്ട്. ചില സമയം ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ ഒരാളൊന്ന് ഓടി ലൈഫിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മൊമെന്റ് എന്നെ സംബന്ധിച്ചത് നമ്മുടെ മാരേജ്. പക്ഷെ അതുപോലെ സങ്കടവും വന്നു. പ്രശ്നമില്ല, ബുദ്ധി വരാത്ത സമയം. അതുകൊണ്ടല്ലേ ബുദ്ധി വരാത്ത പ്രായത്തിൽ എന്നെ സ്നേഹിച്ചെന്നാണ് പറയാൻ. ഇവിടെ ഉണ്ട് ആള്. ആണോ? കമ്മിങ് സൂൺ. ഹായ്, ബിഹൈൻഡ് വുഡ് സൈസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. ഇന്ന് എനിക്ക് സംസാരിക്കാനും എന്റെ കൂടെ സംസാരിക്കാനും വന്നിട്ടുള്ള 2 അതിഥികൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് നബീൽ ആൻഡ് അസീന. ഹായ്. സിനിമാറ്റിക് മീ എന്നുള്ള ചാനലിലൂടെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടാണ് എല്ലാവരും നിങ്ങളെ പരിചയം. എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ, സാധാ ഒരു ഹസ്ബൻഡ് വൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഫാമിലി വ്ളോഗ് അത് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷെ ഇത് നമ്മൾ ഇരുന്ന് കണ്ടന്റ് എഴുതി നമ്മൾ ഷോർട്ട് ഫിലിം കുറെ പേര് ഹയർ ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഇപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ജോണർ തെരഞ്ഞെടുത്തു? നമുക്ക് പണ്ടേ ആഗ്രഹം സിനിമയാണ്. സിനിമ നമ്മൾ +1+2 തൊട്ടേ ഡോക്യുമെന്ററീസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് എടുത്തിട്ടുണ്ട്. പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഷോർട്ട് ഫിലിംസ് ഒന്നും അല്ല. അത് നമ്മൾ പഠിച്ചു വരുന്ന ഒരു ടൈം. സിനിമ ആഗ്രഹം തന്നെയാണ്. അപ്പൊ നമ്മളുടെ വീട്ടിലാണെങ്കിൽ ഡയറക്ഷൻ പഠിക്കാനുള്ള ഒരു സാഹചര്യമോ ഒന്നുമില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മള് ഡിഗ്രി കഴിഞ്ഞ് നേരെ ജേർണലിസം ചേർന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ പഠിക്കുക. ഇങ്ങനെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നമുക്കന്ന് അറിഞ്ഞൂടാ. യൂട്യൂബ് ഉണ്ട് എന്നൊന്നും അറിഞ്ഞൂടാ. ആ സമയത്തൊക്കെ യൂട്യൂബ് നല്ല ഫ്ലറിഷായി നിൽക്കുന്ന സമയമാണ്. പക്ഷെ നമുക്ക് അത്രയൊക്കെ അറിഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ ഈ പ്രൊഡക്ഷൻ കണ്ടന്റ് എങ്ങനെ എഴുതാം, പ്രൊഡക്ഷൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് ജേർണലിസം ചേർന്നത്. ജേർണലിസം ചേർന്നപ്പോൾ അതുമായിട്ട് നമ്മൾ ഇതായി പോയി, മിങ്കിളായി. പിന്നെ സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹമായി. കണ്ടന്റ് എഴുതി തന്നെ നമ്മൾ സാധാരണ രീതിയിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമല്ല, കുറച്ച് മുകളിൽ നിൽക്കുന്ന, കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് നിൽക്കുന്ന വീഡിയോസ്, ഡ്രാമയൊക്കെ ഉള്ള കുറച്ച് കോമഡിയൊക്കെ വരുന്ന സംഭവം ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പിന്നീടാണ് പയ്യെ നമ്മൾ ഇതിലേക്ക് വന്നത്. ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ സിനിമാറ്റിക് മീ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്, കഴിഞ്ഞ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു സ്ട്രഗിളിൽ നമ്മളൊരു നമ്മുടേതായ ആർട്ട് ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇപ്പം ആക്ച്വലി ഇപ്പൊ പൊതുവെ നമ്മള് വൈഫ്സിനെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സിനിമയുടെ പിറകെ നടക്കുന്നോ ഭർത്താവ് എന്നൊക്കെ പറയുന്നത്, എല്ലാം പഠിക്കും പോണോ എന്നൊക്കെ പറയുന്ന ഭൂരിഭാഗം എല്ലാവരും അല്ലടോ പറഞ്ഞത്. കുറച്ച് ആൾക്കാർ അങ്ങനെയാണ്. അപ്പൊ ആൾക്ക് സിനിമയാണ് താല്പര്യം. അപ്പൊ ഇത് കല്യാണത്തിന് മുന്നേ അറിയായിരുന്നോ? അല്ലെങ്കിൽ ആൾക്ക് കല്യാണത്തിന് മുന്നേ അറിയായിരുന്നു. ഞങ്ങളത് ലവ് പ്ലസ് അറേഞ്ച്ഡ് മാരേജ് ആണ്. അല്ല, അതറിയാം. അപ്പൊ എനിക്ക് മുന്നേ അറിയാം. നമ്മള് +1 മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പൊ +1 മുതൽ തന്നെ അറിയാം പുള്ളിയുടെ ആഗ്രഹം എന്താണ്. അപ്പൊ എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാലും തിരിച്ചിതിലേക്ക് തന്നെ വരുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ വേറെ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് അതിലൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മള് തുടക്കത്തില് പുള്ളി ഇല്ലായിരുന്നു. എന്റെ ഫ്രണ്ട്സും എന്റെ ഫസ്റ്റ് ഗ്രൂപ്പും ആയിട്ടായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത്. എന്ത് സബ്ജക്ട്? ഇപ്പൊ ആദ്യം ചേച്ചിയുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കുമ്പോ എന്തായിരുന്നു? കാരണം എന്തായാലും ക്യാമറയുടെ ഫ്രണ്ടിൽ വരണം, അഭിനയിക്കണം. അപ്പൊ അത് നമുക്ക് അങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല. പിള്ളേരെ പഠിപ്പിക്കുന്നതായിരുന്നല്ലോ പരിചയം. അതാണ് ഇഷ്ടവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനപ്പുറം ഒന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും 3 വർഷം ആ സ്കൂളിൽ, സെയിം സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ടാണ് വർക്ക് ചെയ്തത്.
അപ്പോൾ ഞാൻ ഇറങ്ങി. ഈ മാർച്ചിലാണ് ഇറങ്ങിയത്, കഴിഞ്ഞ മാർച്ചിൽ ഇറങ്ങി. കഴിഞ്ഞ മാർച്ചിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ചുമ്മാ നിൽക്കില്ലേ. കൂടെ കൂട്ടി നോക്കിയതാണ്. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ ചമ്മലുള്ള ഒരു വ്യക്തിയാണ്. ഫസ്റ്റ് നമ്മളെ വീഡിയോ എടുത്ത് നോക്കാൻ മനസ്സിലാവും ഭയങ്കര ദേഷ്യത്തിലാണ് എന്തൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എന്റെ സ്റ്റുഡൻസിനോട് ടീച്ചർ കുറച്ചും കൂടി ചിരിച്ച് ചെയ്യണേ. പക്ഷെ അതാണ് നമ്മള് പെട്ടെന്ന് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ മാറി ഒരു ട്രാൻസിഷൻ വന്ന സമയത്താണ് പുള്ളി വന്നത്. പുതിയ ഗ്രൂപ്പ് വരണതിന് കുറച്ച് മുമ്പെയാണ് നമ്മൾ വന്നത്. അപ്പൊ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയണ വലിയ പാടാണ്. വീഡിയോയിൽ തന്നെ ഇപ്പം ആളെന്നെയാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുള്ള ഒരു ഡയറക്ടറാണ്? ചീത്ത പറയാറുണ്ടോ? നമ്മള് 4-5 ഷോട്ട്സ് ഒക്കെ ചില സമയങ്ങളിൽ പോകാറുണ്ട്. കൂടുതലാവുമ്പോഴത്തേക്കും സൈഡിലോട്ടൊക്കെ മാറി നിൽക്കും, പിന്നെ ഒന്നും പറയത്തില്ല. ചീത്ത ഉറക്കെ പറയില്ല. ചീത്ത അങ്ങനെ പറയാറില്ല, പറഞ്ഞുതരും. ഡയലോഗ് പറഞ്ഞ് കാണിച്ചു തരും, എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു തരും. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം കൂടുതലും നിങ്ങളുടെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് സിനിമയാണോ? സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട്, നമ്മളുടെ ലൈഫിലുള്ള നമ്മളുടെ എല്ലാ കൂട്ടുകാരായിരുന്നാലും നമ്മളുടെ വീട്ടുകാരായിരുന്നാലും എല്ലാവരിലും ഓരോ കണ്ടന്റ്സ് ഉണ്ട്, ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അവരെങ്ങനെയല്ലേ, ഏതെങ്കിലല്ലേ, അത് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് ചർച്ചയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമ്മള് പണ്ട് ഒരുപാട് പേരും, പണ്ട് നല്ല ഇപ്പോഴായാലും ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നവരും സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരും ചെറുതല്ല, ഒരുപാട് പേരുണ്ട്. അപ്പം പണ്ടത്തെ ഒരു സോഴ്സ് വെച്ചിട്ടും ഇപ്പോഴത്തെ ഒരു സോഴ്സ് വെച്ചിട്ടും ഭയങ്കര ഡിഫറെന്റ് അല്ലേ? ഇപ്പൊ നമുക്കൊരു ഇൻസ്റ്റയിലായാലോ അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബിലായാലോ നമ്മുടെ വർക്ക് ചെയ്തിടാൻ പറ്റും. അതൊരു എത്ര പേർക്ക് കാണാൻ പറ്റും. പണ്ടാവുമ്പോൾ അപ്പൊ അതൊരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വെല്ലുവിളി ഇപ്പൊ ഒരുപാടുണ്ട്. അപ്പൊ ഒരുപാട് ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. ഓക്കെ. ഈ വീട്ടിലൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട്? ഇപ്പം ഒരു സിനിമയാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു? വീട്ടില് ബേസിക്കലി നമ്മളിപ്പോ സിനിമയാണെന്ന് പറഞ്ഞാൽ നമ്മള് കഞ്ഞി കൂടി മുട്ടാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ജോലിക്ക് പോയല്ലേ പറ്റും. അത് ജേർണലിസം കഴിഞ്ഞിട്ടൊക്കെ നമ്മള് ജോലി, അത് മാത്രമല്ല അതിന് മുമ്പ് ജോലികളൊക്കെ ചെയ്യാറുണ്ട്, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ജേർണലിസ്റ്റിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴും അവർക്ക് ജേർണലിസം എല്ലാം ഓക്കെയാണ്. സിനിമയിലോട്ട് പോകാനുള്ള നമുക്ക് വീട്ടില് പ്രശ്നമില്ലാതെ നിന്നാലേ നമുക്ക് സിനിമയിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരോടെ ചേർന്ന്. അതും ഒരു മീഡിയ ഫേം തന്നെയായിരുന്നു. അതും ഒരു 2 കൊല്ലത്തോളം നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയതാണ്. പക്ഷെ കോവിഡ് പ്രശ്നം കാരണം ഇത് ചെയ്യേണ്ടി വന്നു. ആ സമയത്താണ് ഞാൻ ഇതേപോലെ വേറെ അടുത്ത ജോലിക്ക് പോയി. പിന്നെയും ജോലിക്ക് എടുത്തത് പോയി. അടുത്ത പോയി എന്നിട്ടും നമുക്ക് പറ്റുന്നില്ല. അവിടെ എനിക്ക് പറ്റുന്നില്ല, ഇങ്ങനെ ഒരു ചെയറിന്റെ കീഴിലിരുന്ന് അത് സിനിമ എടുക്കണമെന്നുള്ള ആഗ്രഹം, സിനിമ പോലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ ഈ ചാനൽ തുടങ്ങുന്നു കാര്യങ്ങൾ. അതിന് മുന്നേയും ഇപ്പോഴും എന്തൊക്കെയാണ് മാറ്റങ്ങൾ ലൈഫിൽ വന്നിട്ടുള്ളത്? അങ്ങനെ ചോദിച്ചാൽ നല്ല മാറ്റം. എനിക്കിപ്പോ നമ്മള് കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ വരെ എനിക്ക് മടിയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഒരു ഫോട്ടോ എടുത്തു. സത്യം, അങ്ങനെ ഒരു മൈൻഡ് വന്നു. കാരണം നമ്മളെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അച്ചീവ് ചെയ്യാൻ വലിയ പാടുള്ള അത്. നമ്മൾ അതേപോലെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് കണ്ണു നിറയാറുണ്ട്. ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരാൾ ഒന്ന് ഓടി വന്ന് അത് കാണുക വെച്ചാൽ നമ്മൾ ആ കഥാപാത്രങ്ങളോട് അവർക്ക് തോന്നുന്ന ഇഷ്ടം നമ്മളുടെ പറയാറുണ്ടല്ലേ, നമ്മുടെ അവര് വിഷമത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് കാണുമ്പോഴാണ് അവർക്കൊരു റിലീഫ് കിട്ടുന്നത് എന്നുള്ള ഒരു ഇത്. അത് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളെ വീഡിയോ കണ്ടിരുന്നാലും നമുക്ക് പിറ്റേ ദിവസം ചെയ്യാനുള്ള ഇതുണ്ടാവും. ക്യാഷ് മാത്രമല്ല, യൂട്യൂബ് നമ്മളിപ്പോ യൂട്യൂബിലോട്ട് വന്നത് ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് നമ്മൾ യൂട്യൂബിൽ തുടങ്ങിയത്. അപ്പൊ ക്യാഷ് അല്ല ഞങ്ങളുടെ ഉദ്ദേശം എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ കാര്യം. ഇപ്പൊ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഇവർ പ്രോപ്പറായിട്ട് സാലറിയും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ടീമിൽ എത്ര പേരുണ്ട്? എങ്ങനെയാണ് വർക്കിംഗ് കൾച്ചർ? എങ്ങനെയാണ്? മുമ്പ് വേറൊരു ടീമായിരുന്നു. അവരിപ്പോ സ്വന്തമായിട്ട് റീൽസും വീഡിയോസ് ഒക്കെ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ള ടീം എന്ന് പറയുമ്പോൾ 3 പേരാണ് മെയിൻ ആയിട്ടുള്ളത്. 2 കോ ആക്ടേഴ്സും ഒരു ക്യാമറ പേഴ്സൺ ആണോ ഉള്ളത്. പിന്നെ നമ്മൾ 2 ആണുള്ളത്. അവർക്ക് നമ്മൾ വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വലിയ വീഡിയോസ് ഒക്കെ വളരെ കുറച്ചാണ് ചെയ്യാറ്. ചെയ്യാറ്.
പിന്നെ ഷോർട്സ് ആണ് കൂടുതൽ. നമ്മൾ ഷോർട്സിനാണ് നമ്മളുടെ ചാനലിൽ ഇത്രയും വലുതാവാനുള്ള കാരണം ഷോർട്സ് ആണ്. കാരണം ഒരു മിനിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നത് കൊണ്ട് ഒരുപാട് പേര് അതിൽ കാണുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇപ്പൊ ഈ ഡിറക്ഷൻ ചെയ്യുന്നു, സ്ക്രിപ്റ്റ് ചെയ്യുന്നു, മോസ്റ്റ് ഓഫ് ചേട്ടനാണ് വർക്ക് ചെയ്യുന്നത് തോന്നുന്നില്ലേ, സ്ക്രിപ്റ്റിംഗ് ഒക്കെ. അപ്പം വീട്ടില് കൂടുതൽ ഇങ്ങനെ മിണ്ടാട്ടം സംസാരിക്കാണ്ടിരിക്കുക, ഇപ്പൊ എന്തെങ്കിലും ചേച്ചി എന്ന് പറയുമ്പോ ഇത് ഇങ്ങനെ തന്നെയാണോ, ഇത് നേരെ സ്ക്രിപ്റ്റിൽ തന്നെയാണോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സ്ക്രിപ്റ്റ് എഴുതുന്നതും ഡയറക്ഷനും എഡിറ്റിംഗും എല്ലാം ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് വീഡിയോസിന് ക്യാമറയും ഞങ്ങൾ മാറി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ വർക്കാണ്. ഒരു വർക്ക് പോകുമ്പോൾ തന്നെ പക്ഷെ കുറച്ചുകൂടെ എൻജോയബിൾ ആണ്. നമ്മൾ പറ്റിയതുപോലെ അല്ല, ഇനി ഒരു ഇരുന്ന് ചെയ്യാതെ കുറച്ച് എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മടുക്കുന്ന ദിവസങ്ങളും ഉണ്ട്. ചില ദിവസങ്ങളൊക്കെ നമുക്ക് വയ്യാതെയൊക്കെ ആയി പോയി കഴിഞ്ഞാൽ കുറച്ച് മടുപ്പൊക്കെ സംഭവമാണല്ലേ. നമ്മൾ ആൾക്കാരെ വിളിച്ച് ഹയർ ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി അതിനു വേണ്ടി സമയം, ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫാമിലി വ്ളോഗ് പോലെ നമുക്ക് ചെയ്യാം. അത് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അവൈലബിൾ ആണ് കാര്യങ്ങൾ. നമ്മൾ തന്നെ ഇരുന്ന് സംസാരിച്ചാൽ മതി, വേറെ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ നമുക്ക്? വ്ളോഗ് നമ്മൾ ചെറിയൊരു വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ വീഡിയോസ് ഒക്കെ വല്ലപ്പോഴും ഒരിക്കലേ ഇടാറുള്ളൂ. നമ്മൾ പുറത്ത് പോകുമ്പോൾ എടുക്കാറ്, നേരത്തെ ഒന്നും അങ്ങനെ എടുക്കാറില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഹയർ ചെയ്ത് ചെയ്യുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മളെ ഒട്ടും ആരും അറിഞ്ഞൂടാതിരുന്ന ഒരു ഇതിൽ നമ്മളെ മേലോട്ട് വന്നു. അപ്പോൾ ഹയർ ചെയ്യുമ്പോൾ നമുക്ക് കഴിവുള്ള നല്ല ഇതുള്ള ആൾക്കാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കൂടെ ഒരു ഉപയോഗം ഉണ്ടാവും എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇപ്പൊ നമ്മളെ കൂടെ നിന്ന ആൾക്കാരും ഒരുപാട് നല്ല ഫേമസ് ആയി ഒരുപാട് പേരുണ്ട്. നല്ല ഫേമസ് ആയി മാറിയ അവർ ഇപ്പൊ നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ടും കൂടെയാണ് നമുക്ക് ഇതെന്ന് പറയുന്നത്. നമ്മളെ പറ്റുന്നത് ഇപ്പൊ നിലവിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും സിനിമ എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഭയങ്കര സപ്പോർട്ടാണ്. അത് ഫിനാൻഷ്യലി ആയിരുന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സാലറിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതൊരു വർക്കിനനുസരിച്ചുള്ള സാലറിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇപ്പൊ ഈ സിനിമ എന്ന് പറയുമ്പോ ചേട്ടൻ ഒരു സിനിമ എടുക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. എന്ത് ഒരു ജോണ്ടറിലുള്ള പടമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ പടമായിരിക്കും ചേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക? അത് നമ്മളുടെ ചാനൽ തന്നെയാണ് സിനിമാറ്റിക് മീ എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് ഡ്രീമാണ്. ഡ്രീം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് സിനിമയിൽ ചെയ്യാൻ പറ്റും. 100 പേര് അടിച്ചിടാൻ വേണമെങ്കിൽ, ഒരുമിക്കാൻ പറ്റാത്ത 2 പേര് വേണമെങ്കിൽ ഒരുമിപ്പിക്കാം. അതൊക്കെ സിനിമയിൽ മാത്രമേ സാധിക്കും. അപ്പൊ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നതിനെക്കാട്ടി കുറച്ച് സിനിമാറ്റിക് ആയിട്ട്, അത് തന്നെയാണ് സിനിമാറ്റിക് മീ എന്ന് പേരിട്ടത്. അപ്പൊ ഇപ്പൊ ചേട്ടന്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറക്ടർ ആരാ ചോദിച്ചാ? ഡയറക്ടർ പറയുമ്പോൾ എനിക്ക് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. പാരഞ്ജിത്ത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സെൽവരാഘവൻ, അങ്ങനെയുള്ള കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇഷ്ടം. പിന്നെ നമ്മളുടെ മാസ് ആക്ഷൻ പടങ്ങൾ എടുക്കുന്ന ആൾക്കാരെയും ഭയങ്കര ഇഷ്ടമാണ്. മാസ് ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മസാല ടൈപ്പ് വരുന്ന സംഭവം എല്ലാം മിക്സ് ചെയ്ത് വരുന്നത് നല്ല മാസ് മസാല ഫിലിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ തിയേറ്ററിലോട്ട് പോകുന്നത് എന്തിനാണ്, നമ്മൾ കണ്ട് ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് വരുന്നത്. അപ്പൊ അത് ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി ഇനി ആകട്ടെ, രണ്ടുപേരും ഇപ്പൊ ഞാൻ കണ്ടു, ഒരാള് മറ്റേ മമ്മൂക്ക ലാലേട്ടൻ ഫാൻ ഉണ്ടാവാൻ. ചേച്ചി ആരുടെ ഫാനാണ് ആക്ടേഴ്സ്? ഞാൻ മമ്മൂക്ക ഫാൻ. ഇവിടെ ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ ഫാൻ അല്ല, ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കായും ഇഷ്ടമാണ്. നല്ല ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ആക്ച്വലി ഈ ഫിലിം റിവ്യൂസ് കാര്യങ്ങള് ഇതൊക്കെ പറയുമ്പോ ഇപ്പൊ ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു മീഡിയ പഠിച്ചത് കൊണ്ട് ഈ ഒരു കാര്യങ്ങളോട് എങ്ങനെയാ നിങ്ങളുടെ അപ്രോച്ച്? ഇപ്പൊ ഒരു സിനിമ ആൾക്കാർ എടുക്കുന്നു, ഇപ്പൊ അതിൽ തിയേറ്റർ റെസ്പോൺസ് വരുമ്പോ ഇപ്പൊ ഇതൊക്കെ എന്തായാലും കുറച്ചുകൂടി പടം എടുക്കുമ്പോൾ നിങ്ങളും ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എന്താ അതിനോടുള്ള ഒരു അഭിപ്രായം? അത് നമ്മളെ വീഡിയോയിലും അതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള് ആ സിനിമ കാണുന്നത്, ഇപ്പൊ ഞാനിപ്പോ നന്നായിട്ട് അഭിനയിക്കാന്ന് വെക്കുക, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള് അത് കാണുന്നതും ഇഷ്ടപ്പെടാത്ത ഒരാൾ കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കണ്ടന്റ് ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കരമായ പാടായിട്ടുള്ള കാര്യമാണ്. അപ്പം സിനിമ എടുക്കുമ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശ്രമിക്കും എന്നുള്ളതാണ്. ശ്രമിക്കുക, അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ്. അത് ഇനി സിനിമയിലോട്ട് നമ്മൾ എത്തിയില്ല, ഒരുപാട് പുറകെ കിടക്കുന്നത്. നമ്മളിപ്പോ ഒരു കോമഡി ലെവലിലുള്ള വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്. നമ്മള് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുക, നമ്മളെ കൃത്യമായിട്ട് ആ പേരിന് ചാനലിന്റെ പേരിന് കൃത്യമായിട്ട് സഹകരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഇതിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സപ്പോർട്ട് പിന്നെയും കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂടുതലും സീരിയസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും കോമഡി മതി എന്ന് പറയുന്ന കുറച്ചുകൂടെ ഇങ്ങനെ എന്റർടൈൻ ആവാൻ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ആണ് കൂടുതൽ. അതെ, അവര് സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോ വീഡിയോ കണ്ട് റിലാക്സ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം. അപ്പം സിനിമ ആയിരുന്നാലും എനിക്ക് അങ്ങനെ എടുക്കണം, എല്ലാം കൂടെ വരുന്ന ഒരു സെറ്റപ്പിലോട്ട് എടുക്കുന്നതെന്നാണ് ആഗ്രഹം. ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ചുകൂടെ മടി നിങ്ങളിൽ ആർക്കാണ്?
എനിക്ക് മടിയുണ്ട്. മടിയുണ്ട്. ഇവിടെ സിനിമയെ പറ്റി ഇത്രയുണ്ട്. എന്നാൽ ചെറിയൊരു മടിയുണ്ട്. ചെറിയൊരു മടിയുണ്ട്. മടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ കണക്കിന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ റോബോട്ട് കണക്കിന് നമ്മൾ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു മടി ഉണ്ടാവും. വരും. അത് കുറച്ച് കണ്ടന്റ് അല്ലേ, അപ്പൊ ഡെയിലി പുള്ളി തന്നെ ഇരുന്ന് ആലോചിച്ചെടുക്കുന്ന കണ്ടന്റ്സുകളായതുകൊണ്ട് നമുക്ക് ഈ കണ്ടന്റ് കിട്ടാതൊക്കെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ വന്നിട്ടല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഭയങ്കര ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്. ഡിഗ്രി അല്ല, PG PhD എന്തൊക്കെയുണ്ട്. PhD ഇല്ലടാ. അപ്പൊ അത് പറയാം, എഡ്യൂക്കേഷൻ അത് പറയും. എഡ്യൂക്കേഷൻ ഞാൻ ഡിഗ്രി കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ചെയ്തു, PG ലിറ്ററേച്ചർ ചെയ്തു, പിന്നെ PG ജേർണലിസം ചെയ്തു. അതാണ് രണ്ട് ഒരു PG ഒക്കെ ഉള്ള ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ. ഞാൻ ഡിഗ്രി മാത്സ് ചെയ്തു, പിന്നെ PG മാത്സ് ചെയ്തു, പിന്നെ BEd ചെയ്തു മാത്സിൽ. മാത്സിലാണ് ചെയ്തത്. ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കണേ? ഹയർ സെക്കൻഡറി ആയിരുന്നു. ഇഷ്ടമല്ല ഈ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒന്നും. ഞാൻ എനിക്ക് മാത്സിൽ അധികം മാർക്കില്ല. എനിക്കില്ല. ഇങ്ങനെ മാത്സിലേക്ക് വന്ന് പെട്ടു. മാത്സിലേക്ക് വന്ന് ഞാൻ കെമിസ്ട്രി എടുക്കാനായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ അന്ന് വീട്ടിലെ സാഹചര്യം വെച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമേ കെമിസ്ട്രി ഉള്ളൂ. വാപ്പ പറഞ്ഞു ഇത്രയും ദൂരം പോയി പഠിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മുടെ വീടിന് അടുത്തുള്ള കോളേജിൽ തന്നെ നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് മാത്സ് ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവായിരുന്നു. ഇഷ്ടപ്പെട്ട സബ്ജക്ട് മാത്സ്. ഈ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയാ എന്തായാലും പഠിപ്പിക്കുന്ന ടീച്ചർ അഭിനയിക്കുന്ന ഒരാളാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്? ആ ഒരു സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ടീച്ചർ അവർക്ക് എന്നെ പേടിയായിരുന്നു സത്യത്തിൽ. ആ പേടിയൊക്കെ ഇപ്പൊ പോയി. അവര് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന, ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് അഭിമാനിക്കുന്നുണ്ട്. അവർ നന്നായിട്ട് പഠിക്കും. ഇപ്പൊ ഞാൻ പഠിപ്പിച്ച് ഇറങ്ങിയ കുട്ടികൾ ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ മാത്സിന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇതൊരു ടീച്ചർക്ക് എത്ര വയസ്സായി? 29. അത്രയായിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇത്രയും ടീച്ചറായി, ഒരു ആക്ടറായി അല്ലേ. ഇപ്പൊ ലൈഫിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മൊമെന്റ് ഏതാ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? സന്തോഷിച്ച മൊമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാരേജ് ആഫ്റ്റർ 10 years ആണ് നമ്മള് വിവാഹം കഴിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. പക്ഷെ അതുപോലെ സങ്കടവും വന്നു. പ്രശ്നം പറ്റി. കോവിഡിന്റെ കർഫ്യൂ പ്രഖ്യാപിച്ച അന്നായിരുന്നു ഞങ്ങളുടെ മാരേജ് നിശ്ചയിച്ചിരുന്നത്, March 22. അപ്പൊ അത് മാറ്റി വെക്കേണ്ടി. പിന്നെ എന്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു മാരേജ്. ഇപ്പൊ നിങ്ങളുടെ ഫാമിലി ലവ് പ്ലസ് അറേഞ്ച്ഡ് മാരേജ് ആണെന്ന്. അപ്പൊ ആരാണ് അങ്ങോട്ട്, എങ്ങനെയാണ് ആ ഒരു പ്രണയത്തിലേക്ക് നിങ്ങൾ കടന്നത്? നമ്മള് +1 +2 ത്താണ് പഠിച്ചത്. +2ലാണ് നമ്മള്. ഞാൻ അങ്ങോട്ട് പോയി സീനിയർ ജൂനിയർ അങ്ങനെയല്ല, സെയിം ക്ലാസ് ആണ്. ഓക്കെ. അപ്പൊ പറ, ആ ലവ് സ്റ്റോറി സാധാരണ ഉള്ള ലവ് സ്റ്റോറി എന്തായാലും അതൊരു സിനിമാറ്റിക്കിൽ പറയുന്ന നോക്കട്ടെ, കഴിവിടോ നോക്കട്ടെ. അല്ല, ഇത് തന്നെ നമ്മളങ്ങോട്ട് പോയി പറഞ്ഞു. അപ്പൊ നമ്മൾ അന്നത്തെ എന്ന് പറയുന്നത് നമുക്ക് അത്ര ബുദ്ധി വരാത്ത സമയമാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്നിട്ട് നമ്മള് ഡിഗ്രിക്കും അത് നിലനിന്നു, ആ സ്നേഹം നിലനിന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച്. അല്ലെങ്കിൽ നമ്മൾ ഒരുമിക്കില്ലല്ലോ ചിലപ്പോ അങ്ങ് പോയാനെ. അന്ന് ചിലപ്പോ വേറെ പെൺപിള്ളേരുടെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു കോളേജില്. അപ്പൊ അപ്പുറത്ത് കോളേജിലുള്ള ഫാൻസ് ഒക്കെ എനിക്ക് ഇച്ചിരി കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അതിന്റെ പേരൊക്കെ പറഞ്ഞ് തല്ലൊക്കെ. പിന്നെ ഞാൻ അങ്ങ് വിട്ടു, ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം. ഇപ്പൊ ഈ വരുന്ന ഏപ്രിൽ ആകുമ്പോ 4 വർഷം അല്ലേ? 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ ആൾക്കാര് ചോദിക്കണ്ടാവല്ലോ ഒരു ചോദ്യം. അപ്പൊ എന്താ നിങ്ങൾക്ക് ആണോ കമ്മിങ് സൂൺ? ഓക്കെ. അപ്പൊ അതാണ് ഇപ്പൊ പഴയ ടീച്ചർ പരിപാടിയൊക്കെ നിർത്തി കുറച്ച് ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണാതിരിക്കണേ ആണല്ലേ. സോ ഹൗ യു എങ്ങനെ പോകുന്നു ഈ ഒരു പ്രഗ്നൻസി പീരീഡ്? ആദ്യത്തെ ഒരു 3 months ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് തീരെ വയ്യാതാവും. ചില ദിവസങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഷൂട്ട് തുടങ്ങുമ്പോഴത്തേക്കും തലറക്കമൊക്കെ വരും, പോയി കിടക്കും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ ഇച്ചിരി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. മറ്റേത് നമ്മള് ഒന്നിടവിട്ടും അല്ലെങ്കിൽ ആഴ്ചയിൽ. എത്ര മന്ത്സ് ആയി ഇപ്പൊ? 5 months. 5 months ആയി അല്ലേ? ഓക്കെ. അപ്പൊ ഫാദർ ആവാൻ പോവുകയാണ്. അങ്ങനെയുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഒട്ടുമില്ല. നോക്കണ്ട ആള് പ്രഗ്നൻസി പീരീഡില് ഉണ്ടല്ലേ. ഇപ്പൊ രാത്രി ദോശ നടന്നു, മസാല ദോശ നടന്നൊക്കെ പറഞ്ഞു. രാത്രി ബിരിയാണി വേണമെന്ന് പറയുന്നത്, ഓട്സ് വേണമെന്ന് രാത്രി 2 മണിക്ക്. എനിക്ക് ഓട്സ് ഒക്കെ വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കച്ചിക്കൊണ്ടൊക്കെ തരാറുണ്ട്. ആണല്ലേ? ഫുഡ് വേണമെന്ന് പറയുമ്പോൾ ഓർഡർ ചെയ്ത് തരാറുണ്ട്. പാരന്റ്സ് ആവാൻ പോവാണ്. ആ ഒരു ഫീൽ എങ്ങനെയുണ്ട്? അത്
ഇത്ര സമയം ആയതിന്റെ കാരണം അതാണ്. കാരണം നമുക്ക് പറ്റിയതുപോലെ ഒന്നും അതിന് പറ്റാതിരിക്കാൻ നമ്മൾ എല്ലാ പാരന്റ്സും അങ്ങനെ ചിന്തിക്കും. നമുക്ക് നല്ലവണ്ണം നോക്കാൻ പറ്റണം. അതെ, ഇങ്ങനെ കഷ്ടപ്പെടുത്തി ലോകത്തോട്ട് കൊണ്ടുവന്നിട്ട് ലോകത്തോട്ട് കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്തുക മോശം. അപ്പൊ നമുക്കൊരു നല്ല സ്റ്റേജ്, അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ മതി നമ്മൾ ആദ്യമേ തീരുമാനിച്ചായിരുന്നു. അപ്പം ഇപ്പൊ അങ്ങനെ സ്റ്റേജ് വന്നു. നമ്മള് ഒരു കുട്ടി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മകനോ മകളോ ആയിക്കോട്ടെ, അപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് അറിയാം എനിക്ക് ഭാവിയിൽ ഒരു ഡയറക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ഇതാളാവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? അവർക്ക് ഇഷ്ടമുള്ള എന്താണ്, ഇനിയുള്ള ലോകം എങ്ങനെയാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്. അവർക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ആയാലും ഒരുപാട് പേര് സിനിമകൾ സിനിമയിലേക്ക് കയറാൻ ആഗ്രഹിച്ചിട്ടും കുറെ കാര്യങ്ങളിലായിട്ടും എന്നാലും ഒന്നും എത്തിപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരോട് ചേട്ടൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് പോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ടിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ എന്ത് പറയും? ഇല്ല, അഡ്വൈസ് ചെയ്യാനുള്ള പ്രാപ്തി എനിക്കില്ല, അത്രയൊന്നും ആയിട്ടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. ഇപ്പൊ ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ഒരു വിചാരം ഉണ്ടായിരുന്നു, വലിയൊരു ക്യാമറയും കുറെ ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സിനിമ ഏറ്റവും കുഞ്ഞൊരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിചാരം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലാക്കാം. കാരണം വെച്ചാൽ ഒരു 8 മെഗാ പിക്സൽ ഒരു പൊരിഞ്ഞിരിക്കുന്ന ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് എന്തും ചെയ്യാന്നുള്ളൊരു ചെയ്യാം. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് അത് ഉണ്ടാക്കാൻ ഉള്ള കഴിവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും. കഴിവും ആഗ്രഹവും അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനും ആയിട്ടില്ല, ഇപ്പം സിനിമയിലേക്ക് എത്തിയിട്ടില്ല, എങ്കിലും എത്തണം എന്നുള്ള മനസ്സിൽ നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. നമ്മൾ എത്തിപ്പെടും എന്നാണ് എന്റെ വിശ്വാസം. എത്തിപ്പെടണം, അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയധികം. എനിവേ, ഒരുപാട് സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതില്. ആൻഡ് വി ആർ വെയിറ്റിംഗ് ആക്ച്വലി കുഞ്ഞു ആവാൻ ഹെൽത്തി ബേബി ഉണ്ടാവട്ടെ, വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണണം. ഓക്കെ, അപ്പം ഇനി അടിപൊളി ഷോർട്ട് ഫിലിംസ് ചെയ്യാം. ചേച്ചിക്ക് വൈകിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നമുക്ക് കാണണം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. DG ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG Your One Cup Magic.